ജാവയിലെ ലോജിക്കൽ ഓപ്പറേറ്റർസ് എന്ന സ്പോക്കൻ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. ഇവിടെ പഠിക്കുന്നത് ലോജിക്കൽ ഓപ്പറേറ്റർസ് ഉപയോഗിച്ച് ഒന്നിലധികം എക്സ്പ്രഷൻസ് പരിശോധിക്കുന്നത്, കൂടാതെ പരാൻതീസിസ് ഉപയോഗിച്ച് മുൻഗണനാക്രമത്തെ മറികടക്കുന്നത്. ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുണ്ടു 1110, ജെഡികെ 1.6, എക്ലിപ്സ് 3.7. ഈ ട്യൂട്ടോറിയൽ പിന്തുടരുന്നതിനായി ജാവയിലെ റിലേഷണൽ ഓപ്പറേറ്റർസ് അറിഞ്ഞിരിക്കണം. അറിയില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ട്യൂട്ടോറിയലിനായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒന്നിലധികം കണ്ടീഷൻസ് പരിശോധിക്കുന്നതിന് ലോജിക്കൽ ഓപ്പറേറ്റർസ് ഉപയോഗിക്കുന്നു. ജാവയിൽ ലഭ്യമായ ലോജിക്കൽ ഓപ്പറേറ്റർസ് ഇവയാണ്: ആൻഡ്, ഓർ, നോട്ട്. ഓരോന്നും വിശദമായി പരിശോധിക്കാം. എക്ലിപ്സിലേക്ക് പോകുക. ഇവിടെ നമുക്ക് എക്ലിപ്സ് IDEയും ബാക്കിയുള്ള കോഡിന് ആവശ്യമായ ഘടനയും ഉണ്ട്. ലോജിക്കൽ ഓപ്പറേറ്റർസ് എന്ന ക്ലാസ് സൃഷ്ടിച്ച് അതിൽ മെയിൻ മെത്തോട് ചേർത്തിട്ടുണ്ട്. ചില വേരിയബിളുകൾ സൃഷ്ടിക്കുന്നു. ബൂലിയൻ b, കണ്ടീഷൻസിന്റെ ഫലം bയിൽ സ്റ്റോർ ചെയ്യുന്നു. ഇന്റ് ഏജ് ഈസ് ഇക്വൽ ടു 11. ഇന്റ് വെയ്റ്റ് ഈസ് ഇക്വൽ ടു 42. നമുക്ക് ഒരു വ്യക്തിയുടെ പ്രായവും ഭാരവും അറിയാം. നമ്മൾ ആ വ്യക്തിയുടെ പ്രായം 18ന് താഴെയാണോ എന്നും ഭാരം കുറഞ്ഞത് 40 കിലോയെങ്കിലും ഉണ്ടോ എന്നും പരിശോധിക്കുന്നു. ഇതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. b ഈസ് ഇക്വൽ ടു ഏജ് ലെസ് ദാൻ 18 ആംപർസാൻഡ് ആംപർസാൻഡ് വെയ്റ്റ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 40. ഈ സ്റ്റേറ്റ്മെന്റിൽ രണ്ട് എക്സ്പ്രഷൻസും അതിന് ഇടയിൽ ഇരട്ട ആംപർസാൻഡ് ചിഹ്നവുമുണ്ട്. ഇത് പ്രായം 18ൽ താഴെയാണോ എന്നും ഭാരം 40ന് സമമോ അതിൽ കൂടുതലോ ആണോ എന്നും പരിശോധിക്കുന്നു. ഇതിനെ ആൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ bയുടെ മൂല്യം പ്രിന്റ് ചെയ്യാം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ്ലൻ b. സേവ് ചെയ്ത് റൺ ചെയ്യുക. രണ്ടു കണ്ടീഷനുകളും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാൽ ഔട്ട്പുട്ട് ട്രൂ ആണെന്ന് കാണാം. ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യാത്ത രീതിയിൽ വെയ്റ്റിൽ മാറ്റം വരുത്തി കോഡ് വീണ്ടും റൺ ചെയ്യുക. 42നെ 32 ആക്കുക. സേവ് ചെയ്ത് റൺ ചെയ്യുക. ഇപ്പോൾ ഔട്ട്പുട്ട് ഫാൽസെ ആണ്. എന്തെന്നാൽ പ്രായം 18ൽ താഴെ എന്ന കണ്ടീഷൻ ശരിയാകുന്നു. പക്ഷേ ഭാരം 40ന് സമമോ അതിനേക്കാൾ കൂടുതലോ ആകണം എന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. ഫലം ട്രൂ ആകാൻ രണ്ട് കണ്ടീഷനുകളും ട്രൂ ആക്കേണ്ട സാഹചര്യങ്ങളിലാണ് ആൻഡ് ഉപയോഗിക്കുന്നത്. അതിനാലാണ് ഔട്ട്പുട്ട് ഫാൽസെ ആയത്. ഇങ്ങനെ ഇരട്ട ആംപർസാൻഡ് ചിഹ്നം ഉപയോഗിച്ച് ആൻഡ് ഓപ്പറേഷൻ നടത്താം. ഇനി ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്ന സാഹചര്യത്തിൽ എങ്ങനെയെന്ന് നോക്കാം. അതായത് ആദ്യത്തെ കണ്ടീഷനോ അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷനോ ട്രൂ ആയാൽ മതി. ഇതിന് ഓർ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. നേരത്തെയുള്ള കണ്ടീഷൻ നീക്കം ചെയ്യാം. ടൈപ്പ് ചെയ്യുക: ഏജ് ലെസ് ദാൻ ഈക്വൽ ടു 15 പൈപ്പ് വെയ്റ്റ് ലെസ് ദാൻ ഈക്വൽ ടു 30. ഇവിടെ രണ്ട് കണ്ടീഷനുകളും അവയ്ക്ക് ഇടയിൽ ഇരട്ട പൈപ്പ് ചിഹ്നവുമുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ള രണ്ട് കണ്ടീഷനുകളിൽ ഏതെങ്കിലും ഒന്നെങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഔട്ട്പുട്ട് കാണുന്നതിനായി കോഡ് റൺ ചെയ്യാം. സേവ് ചെയ്ത് റൺ ചെയ്യുക. ഔട്ട്പുട്ട് ട്രൂ ആണെന്ന് കാണുന്നു. എന്തെന്നാൽ
ഓർ ഓപ്പറേഷന് ആൻഡിനെ പോലെ രണ്ട് കണ്ടീഷനുകളും ശരിയാകണമെന്ന് നിർബന്ധമില്ല. ഇതിന് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ശരിയായാൽ മതി. അതിനാൽ ഭാരത്തിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലെങ്കിലും പ്രായത്തിന്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനാൽ ഔട്ട്പുട്ട് ട്രൂ എന്ന് കിട്ടുന്നു. രണ്ട് കണ്ടീഷനുകളും ഫാൽസെ ആകത്തക്ക വിധത്തിൽ ഏജ് മാറ്റം വരുത്താം. 11നെ 17 ആക്കുക. സേവ് ചെയ്ത് റൺ ചെയ്യുക. ഇപ്പോൾ ഔട്ട്പുട്ട് ഫാൽസെ ആണ്. എന്തെന്നാൽ രണ്ട് കണ്ടീഷനുകളും തെറ്റാണ്. ഈ രീതിയിൽ ഇരട്ട പൈപ്പ് ചിഹ്നം ഉപയോഗിച്ച് ഓർ ഓപ്പറേഷൻ നടത്തുന്നു. ഇപ്പോൾ നമുക്ക് വ്യക്തിയുടെ പ്രായം 15ൽ കൂടുതൽ ആണോ എന്നും ഭാരം 30 കിലോയിൽ കൂടുതൽ ആണോ എന്നും പരിശോധിക്കാം. അതായത് ഇപ്പോഴത്തേതിന് നേരെ വിപരീതമായ കണ്ടീഷൻ. ഇതിനായി നോട്ട് ഓപ്പറേഷൻ ഉപയോഗിക്കുന്നു. ആദ്യം കണ്ടീഷൻ പരാൻതീസിസിനുള്ളിലാക്കുക. കണ്ടീഷനു മുൻപിൽ ഒരു എക്സ്ക്ലമേഷൻ മാർക്ക് ചേർക്കുക. എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിക്കുമ്പോൾ പരാൻതീസിസിന് ഉള്ളിലുള്ളതിന്റെ നേരെ വിപരീതമായ കണ്ടീഷൻ പരിശോധിക്കുന്നു. നേരത്തേലത്തെ ഔട്ട്പുട്ട് ഫാൽസെ ആയതിനാൽ ഇപ്പോൾ അത് ട്രൂ ആയിരിക്കണം. നമുക്ക് നോക്കാം. സേവ് ചെയ്ത് റൺ ചെയ്യുക. ഔട്ട്പുട്ട് നേരത്തെയുള്ളതിന് വിപരീതമാണെന്ന് കാണാം. ഈ രീതിയിൽ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ച് നോട്ട് ഓപ്പറേഷൻ നടത്തുന്നു. ഇനി പ്രായം 15ൽ കുറവായ അല്ലെങ്കിൽ പ്രായം 18ൽ കുറവായതും ഭാരം 40 കിലോയിൽ കുറവായതുമായ ആൾക്കാരെ കണ്ടെത്തണമെന്ന് കരുതുക. ഈ കണ്ടീഷൻ എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. നേരത്തെയുള്ള കണ്ടീഷൻ നീക്കം ചെയ്ത് ടൈപ്പ് ചെയ്യുക. ഏജ് ലെസ് താൻ 15 or age less than 18 and weight less than 40. ഈ കണ്ടീഷൻ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായി കാണാം. അതായത് ഓർ ഓപ്പറേഷൻ ആണോ ആൻഡ് ഓപ്പറേഷൻ ആണോ മുൻപേ നടക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഇത് ഓപ്പറേറ്ററിന്റെ മുൻഗണനാക്രമത്തിന് അനുസരിച്ചാണ്. ഇത്തരം സാഹചര്യങ്ങളിൽ കണ്ടീഷൻ വ്യക്തമാകുന്നതിനും മുൻഗണനാക്രമം മറികടക്കുന്നതിനുമായി പരാൻതീസിസ് ഉപയോഗിക്കുന്നു. അതിനാൽ പരാൻതീസിസ് ചേർക്കുന്നു. കോഡ് സേവ് ചെയ്ത് റൺ ചെയ്യുക. ഇവിടെ പ്രായം 15നേക്കാൾ കുറവ് എന്ന ആദ്യത്തെ കണ്ടീഷൻ ശരിയല്ലെങ്കിലും പ്രായം 18ൽ കുറവും ഭാരം 40ൽ കുറവും എന്ന രണ്ടാമത്തെ കണ്ടീഷൻ ശരിയാണ്. അതിനാൽ ഔട്ട്പുട്ട് ട്രൂ ആണ്. എക്സ്പ്രഷൻ വ്യക്തമാക്കുന്നതിനും സംശയം ഒഴിവാക്കുന്നതിനും പരാൻതീസിസ് ഉപയോഗിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഒന്നിലധികം കണ്ടീഷനുകൾ പരിശോധിക്കുന്നതിന് ലോജിക്കൽ ഓപ്പറേറ്റർസ് ഉപയോഗിക്കുന്നത്. ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു. ഇവിടെ പഠിച്ചത് ലോജിക്കൽ ഓപ്പറേറ്റർസ് ഉപയോഗിച്ച് ഒന്നിലധികം കണ്ടീഷനുകൾ പരിശോധിക്കുന്നത്, പരാൻതീസിസ് ഉപയോഗിച്ച് മുൻഗണനാക്രമം മാറ്റുന്നത്. ഒരു അസൈൻമെന്റ്. ഇവിടെ കാണിച്ചിരിക്കുന്ന രണ്ട് എക്സ്പ്രഷൻസും ഒരേ അർത്ഥം ഉള്ളവയാണോ എന്ന് കണ്ടെത്തുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക. ഇത് സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു. നല്ല ബാൻഡ്വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടീം സ്പോക്കൻ ട്യൂട്ടോറിയലുകൾ ഉപയോഗിച്ച് വർക്ക്ഷോപ്പുകൾ നടത്തുന്നു. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്കായി contact@spoken-tutorial.orgൽ ബന്ധപ്പെടുക. സ്പോക്കൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റ് ടോക്ക് ടു എ ടീച്ചർ പ്രൊജക്റ്റിന്റെ ഭാഗമാണ്. ഇതിനെ പിന്താങ്ങുന്നത് നാഷണൽ മിഷൻ ഓൺ എഡ്യൂക്കേഷൻ ത്രൂ ഐസിടി MHRD ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഈ മിഷനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്.
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ, IIT ബോംബെ. നന്ദി.